മോനെ ലുട്ടാപ്പി മോനെ ലുട്ടാപ്പി എന്ന് വിളിക്കുമ്പോ അതിനകത്ത് ഇത് നിന്റെ വിധി. നിങ്ങളൊക്കെ കാരണം എന്റെ മാനമാണ് പോയത്. നീ കരയാതെ വല്ലഭ, ഇതൊക്കെ അനുഭവിച്ചാലേ മനുഷ്യജന്മം പൂർണ്ണമാവും. ഞാൻ വളരെ രസകരമായ കാര്യം പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് അത് വിളിക്കുന്നവരോടൊരു ആദരവും സ്നേഹമൊക്കെ തോന്നാറുണ്ട്. ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു സാധനം. ഇത്രയും നാള് ഞാനത് കേട്ടതേ എന്റെ ഗതികേട് കൊണ്ടാ. കാരണം എന്താണെന്നറിയാമോ, ഈ കേരളത്തില് ഇത്രയും പോപ്പുലറായ വേറൊരു ക്യാരക്ടറില്ല. അത് പിന്നെ ഈ രൂപത്തെ കണ്ട അപ്പൊ തന്നെ പിടികിട്ടുമല്ലോ. ഇതുപോലെ ഒരെണ്ണല്ലേ ലോകത്ത് കാണൂ. കാരണം ഇപ്പോ ഇടയ്ക്ക് ഞാൻ പറയാം, ചെറിയ കുട്ടികൾ മാത്രമല്ല, ചെറിയ കുട്ടി മാത്രമല്ല, ഇടയ്ക്കേറി സംസാരിക്കരുത്. അത് ക്ഷമയില്ലാത്തവരുടെ ലക്ഷണമാണ്. അതല്ല കേൾക്ക്. ഈ രാഹുലും നീ അവനെ അങ്ങനെ അങ്ങ് മോശക്കാരനാക്കാൻ പറ്റും വേണ്ട. അതോടൊപ്പം തന്നെയുള്ള ആളുകൾ ഇതിന് വിളിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഫോൺ വിളിക്കുക മാത്രമല്ല ഇത് വിളിക്കൂ എന്നും പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? 2 വിളിയുണ്ട്. ആള് ഭയങ്കര പാവ സാറേ, ഉള്ളത് പോലെ പറയുന്ന പ്രകൃതി. അപ്പൊ ഈ വിളിക്കുമ്പോൾ പ്രശ്നം അറിയാമോ, ഇവർ ഇട്ട പേര് മാറിപ്പോയി. നല്ല പേരാണ്. എന്നടാ സോമാറി പ്രസംഗങ്ങളെ കൂറത്. നിങ്ങൾ ബാലരാമനോട് ചോദിക്കും, അതിന്റെ നിറം മാറ്റാൻ നോക്കി പറ്റുമോ? അയ്യോ ചിരിക്കല്ലേ, ചിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ലുട്ടാപ്പിന്റെ നിറം മാറ്റാൻ നോക്കി, അതിനെ പിൻവലിക്കാൻ നോക്കി, ജനം സമ്മതിക്കുന്നില്ല. അതെനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റണില്ല. പോപ്പുലറാണ്. ഞാൻ താൻ എന്തിനാടോ ചിരിച്ചേ? വെറുതെ ചിരിക്കാൻ ഞാൻ എന്താ ഫലിത ബന്ധുക്കൾ പറഞ്ഞോ? സത്യത്തിൽ പിഴച്ചു ആ പേരിട്ടതില്. സംശയം അങ്ങോട്ട് വെക്കണ്ട. നിങ്ങൾ പേരിന്റെ ഉത്തരവാദിത്തം നൈസായിട്ട് വെക്കണ്ട. അതിന്റെ പശ്ചാത്തലം എനിക്ക് ഓർമ്മയുണ്ട്. ചോദ്യം നിങ്ങളോടല്ല ലുട്ടാപ്പിയോടാണ്. മുല്ലപ്പള്ളിക്കില്ലാത്ത ജനപിന്തുണ ഇപ്പോഴത്തെ ലുട്ടാപ്പിക്കുണ്ട്. അപ്പോൾ ഞാൻ എഴുതി, ലുട്ടാപ്പിയെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നെഴുതി. എന്നാ അറിവ്, എന്നാ അഴക്. ഇപ്പൊ എന്റെ ഒരു സംശയം, ഈ പുള്ളിക്കെതിരായിട്ടുള്ള ട്രോളൊക്കെ പുള്ളി തന്നെ ഉണ്ടാക്കുന്നതാണോ എനിക്ക് സംശയമുണ്ട്. കാരണം മനസ്സിൽ പോലും ചിന്തിക്കാത്തത് പറയാം. അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ബുദ്ധി. നമുക്ക് രണ്ടാൾക്കും